എൻ്റെ ലവ് സ്റ്റോറി പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. വലിയ കോളിലൊക്കെ സൃഷ്ടിച്ച ഒരു ലവ് സ്റ്റോറിയാണ്. ആലോചിക്കുമ്പോൾ നല്ല വിഷമമുള്ള കാര്യമാണ്. സ്വന്തം ഒരു സഹോദരൻ ആരെയും ഡിപ്പെൻഡ് ചെയ്തല്ല ഞാൻ ജീവിക്കുന്നത്. ഇപ്പം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഗംഗ. തംബ്നെയിൽ കണ്ടതുപോലെ എൻ്റെ ലവ് സ്റ്റോറി പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അതുകൂടാതെ തന്നെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത കാരണമാണ് ഇന്ന് തന്നെ ഞാൻ വന്ന് പറയാമെന്ന് വിചാരിച്ചത്. ഇന്ന് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷമായി. അപ്പം ആനിവേഴ്സറിയാണ്. അപ്പം 6 വർഷം ആയെങ്കിലും എൻ്റെ ജീവിതത്തിലോട്ട് ഏട്ടൻ കടന്നു വന്നിട്ട് 16 വർഷമായി. കാരണം 10 വർഷം പ്രണയിച്ച് നടന്നവരും 11ാമത്തെ വർഷമല്ല 10 വർഷവും 10 ദിവസവും തികണേണ്ടത് നമ്മളെ കല്യാണം വരുന്നത് കേട്ടോ. അങ്ങനെ മൊത്തത്തിൽ 16 വർഷത്തെ പരിചയമാണ് ഞാനും ഏട്ടനും തമ്മിൽ. അപ്പോൾ എൻ്റെ ലവ് സ്റ്റോറി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യണം കേട്ടോ. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, ചേച്ചി ലവ് സ്റ്റോറി ഒന്ന് പറയാമോ എന്ന്. അപ്പോൾ അപ്പോഴൊന്നും പറയണ്ട, വെഡിങ് ആനിവേഴ്സറിയിൽ അന്ന് നിങ്ങളുടെ അടുത്ത് ആ ലവ് സ്റ്റോറി പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. എന്തിനു പറയാൻ, വലിയ കോളിലൊക്കെ സൃഷ്ടിച്ച ഒരു ലവ് സ്റ്റോറിയാണെന്ന്. ലവ് സ്റ്റോറി അല്ല, ഒരു വെഡ്ഡിങ് എന്ന് വേണമെങ്കിൽ പറയാം. ഒളിച്ചോടി പോയതാണോ എന്ന് വെച്ചാൽ അല്ല കേട്ടോ. അതിൻ്റെ സസ്പെൻസ് ഇപ്പോൾ പൊളിക്കണില്ല. എന്താ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരേ ഏജാണ്, നമ്മൾ ഒരുമിച്ച് പഠിച്ചവരാണ്. ഞാൻ പക്ഷേ ഏട്ടാന്നൊക്കെ വിളിക്കും. ചിലപ്പം ദേഷ്യം വരുമ്പോൾ ഇടാന്നും വിളിക്കും കേട്ടോ. അങ്ങനെയൊന്നുമില്ല. എന്നാലും കൂടുതൽ സ്നേഹം വരുമ്പോൾ ഏട്ടൻ തന്നെ വിളിക്കുന്നത്. അങ്ങനെ ഏട്ടനും ഞാനും ഒരുമിച്ച് പഠിച്ചതാണ്. പക്ഷേ ഏജിന് വ്യത്യാസമുണ്ട്. ഏട്ടൻ എന്നേക്കാളും 1.5 വയസ്സ് മൂപ്പ് കൂടുതലാണ്. സംഗതി 9ാം ക്ലാസ് കഴിഞ്ഞ്, അതായത് 10ാം ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പുള്ള ക്ലാസ് ഉണ്ടല്ലോ, അതായത് വെക്കേഷൻ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്താണ് നമ്മൾ മീറ്റ് ചെയ്യുന്നത്. പുള്ളിക്കാരൻ ബ്രെയിൻസ് ട്യൂട്ടർ, ഇവിടെ അടുത്തുള്ള ഒരു ബ്രെയിൻസ് ട്യൂട്ടർ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അപ്പോൾ അവിടെയാണ് ഏട്ടൻ പഠിക്കുന്നത്. ഞാൻ അവിടെ അന്ന് ജോയിൻ ചെയ്യണതേ ഉള്ളൂ. 10ാം ക്ലാസ്സിൽ ഞാൻ വന്ന് അവിടെ ജോയിൻ ചെയ്യണതേ ഉള്ളൂ. ഏട്ടൻ അവിടെ 8, 9, 10 ഒക്കെ അവിടെ ആയിരുന്നു. അപ്പം ഏപ്രിൽ മാസത്തിലാണ് ഞാൻ ജോയിൻ ചെയ്യണത്. ആ സമയത്ത് എന്നെ വാച്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്ന ആള് 3 മാസം പിറകെ നടന്നെങ്കിലും 2 മാസമൊക്കെ ആയപ്പോൾ എനിക്ക് ചെറിയൊരു ഇഷ്ടം തുടങ്ങി. കാരണം ആളെപ്പോഴും നമ്മളെ തന്നെ നോക്കുന്നത്. ഒരേ ക്ലാസ്സാണ് ട്യൂട്ടോറിയൽ. അപ്പോൾ ആളെപ്പോഴും നമ്മളെ തന്നെ നോക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ആദ്യമൊക്കെ ഞാൻ പുടവട്ടി എന്നൊക്കെ വിളിക്കുമായിരുന്നു കേട്ടോ. എന്തിനാണോ നോക്കണം, പുടവട്ടി എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ പറച്ചിലൊന്നുമില്ല. ഞാൻ നോക്കുമ്പോൾ പിന്നെ നമ്മൾ ഭയങ്കര വെയിറ്റൊക്കെ ഇട്ട് നിൽക്കും, ഭയങ്കര ജാടയായിട്ടൊക്കെ നിൽക്കും. എന്നെ നോക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ നിൽക്കുമായിരുന്നു. അങ്ങനെ ഒരു 3 മാസത്തോളം ഒരു ഇതുണ്ടായിരുന്നു. ഒരു പ്രപ്പോസ് ചെയ്തിട്ടില്ല, എന്നാൽ ഇഷ്ടമാണോ അത്രയും. അപ്പം എനിക്ക് ചെറുതായിട്ടൊക്കെ ഇഷ്ടം തോന്നി തുടങ്ങി. പിന്നെ നമ്മൾ, അതായത് ട്യൂട്ടോറിയൽ ഒരുമിച്ചാണ് ഇരിക്കുന്നത്. സ്കൂളിലെത്തുമ്പോൾ മാറും. സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ വേറെ ഡിവിഷനിലാവും. അതിന് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെങ്ങാറമ്മൂട് സ്കൂളിലാണ് ഞാൻ പഠിച്ചത്, ഞാനും ഏട്ടനും. ഏട്ടൻ 8ാം ക്ലാസ് തൊട്ടല്ല, 4ാം ക്ലാസ് തൊട്ടേ അവിടെ ഉണ്ടായിരുന്നു, 5ാം ക്ലാസ് തൊട്ടേ കണ്ട. ഞാൻ അവിടെ 8ാം ക്ലാസ് തൊട്ടാണ് പറഞ്ഞത്. അപ്പം ഇവിടെ 2 ഷിഫ്റ്റാണ്. 8:30 മണിക്ക് ഒരു ഷിഫ്റ്റ് കയറിയാൽ പിന്നെ 12:30 മണിയാകുമ്പോൾ ആ ഷിഫ്റ്റിൽ നിന്ന് ഇറങ്ങണം. അത് കഴിഞ്ഞ് അടുത്ത ഷിഫ്റ്റിലുള്ള പിള്ളേരാണ് കയറുന്നത്. അതായത് ABCDE വരുമോ, വരുമോ കണ്ടോ മോർണിംഗ് ഷിഫ്റ്റ്, അത് കഴിഞ്ഞ് ആഫ്റ്റർനൂൺ ഷിഫ്റ്റ്, അങ്ങനെയാണ്. അതായത് 8:30 മണിക്ക് കയറുക, 12 മണിക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ഒരു ഷിഫ്റ്റ് കഴിയും. അത് കഴിഞ്ഞ് ഒരു 12:45 1 മണിക്കോ കണ്ടാണ് അടുത്ത ഷിഫ്റ്റ് കയറും. ഞാൻ മോർണിംഗ് ഷിഫ്റ്റിലുള്ള ആളാണ്, ഏട്ടൻ ഈവനിങ് ഷിഫ്റ്റിലുള്ള ആളാണ്. 6 മാസം കൂടുമ്പോഴാണ് എൻ്റെ ഷിഫ്റ്റ് മാറുന്നത്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഷിഫ്റ്റിൻ്റെ കാര്യമൊക്കെ കറക്റ്റാണ്, 6 മാസം ആണെന്നാണ് എൻ്റെ ഒരു ഊഹം. അങ്ങനെയാണ് കാര്യങ്ങൾ കിടക്കുന്നത്. അപ്പോഴത്തേക്കും ട്യൂട്ടോറിയൽ വെച്ച് നമ്മൾ സംസാരിച്ചിട്ടോ കാര്യങ്ങളൊന്നുമില്ല. സ്കൂൾ തുറന്ന് ജൂൺ 7-നാണ് ആൾ എന്നെ പ്രപ്പോസ് ചെയ്യുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ വെയിറ്റൊക്കെ ഇട്ടിട്ടെന്ന് പറയും, ഞാൻ നിങ്ങളെ ബ്രദറായിട്ടാണ് കണ്ടിട്ടുള്ളതെന്ന് പറയും. ഞാൻ ഫ്രണ്ടായിട്ടാണ് കണ്ടിട്ടുള്ളതെന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ, ബ്രദറാക്കിയില്ല. കാരണം ഞാൻ മാറ്റി പറയുമോ എന്താണെന്ന് അറിഞ്ഞൂടെ. ഞാൻ ഒന്ന് വട്ടക്കറക്കി നോക്കിയതാണോ എന്താണെന്നൊന്നും എനിക്കിപ്പോൾ ഓർമ്മയില്ല. പക്ഷെ ഞാൻ അന്ന് ഫ്രണ്ടായിട്ടാണ് കണ്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ ആള് ജൂൺ 7-നാണ് ഞാൻ ഇത് പറയുന്നത്. അതും അതിനേക്കാൾ വലിയ ട്വിസ്റ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 2 ഷിഫ്റ്റ് ആണെങ്കിലും
നമ്മൾ ഒരേ ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ച ആൾക്കാരാണ്, ഒരേ ക്ലാസ്സിൽ ഒരേ ബെഞ്ചിലാണ് ഇരുന്നത്. പക്ഷെ നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു, ഒരേ ക്ലാസ്സിൽ ഞാൻ രാവിലെ ഇരിക്കുന്ന അതേ ക്ലാസ്സിൽ അതേ ബെഞ്ചിലാണ് ഏട്ടൻ ഉച്ചയ്ക്ക് ശേഷം ഇരിക്കുന്നത്. അപ്പോൾ ഏട്ടൻ്റെ നെയിമൊക്കെ ഞാൻ മുമ്പേ കണ്ടിട്ടുണ്ട്. ഈ നമുക്കവിടെ ഈ പടങ്ങളൊക്കെ വരച്ച് വെക്കണതിൻ്റെ അടിയിൽ ഇങ്ങനെ അമൽരാജ് എന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ആൾ നന്നായിട്ട് വരയ്ക്കുമായിരുന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ എനിക്ക് പേര് മുമ്പേ പരിചയം ഉണ്ടായിരുന്നു, ഇത് കണ്ട് പരിചയം ഉണ്ടായിരുന്നു. അങ്ങനെ ആള് പ്രപ്പോസ് ചെയ്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ. അപ്പം നമ്മൾ ഒരേ ബെഞ്ചിലാണ് ഇരിക്കുന്നത്. അപ്പം ആൾ എന്നെ പ്രപ്പോസ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലവ് വരച്ചിട്ട് ഞാൻ ഇരിക്കുന്ന അതേ ബെഞ്ചിൽ ഡെസ്കിൽ ലവ് വരച്ചിട്ട് ഗംഗ ലവ് അമൽ എന്നാണ് എഴുതിയിരുന്നത്. പക്ഷെ അന്ന് എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു, കാരണം എല്ലാവരും ഇത് അറിയൂലേ. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു, ഞാൻ അങ്ങനെയാണ് ആളോട് ഇല്ല ഫ്രണ്ടായിട്ടാണ് കണ്ടതെന്ന് പറഞ്ഞെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ കോമ്പസൊക്കെ ഇട്ട് വരച്ച്, ടീച്ചറൊക്കെ കണ്ട എന്തിരാവും എന്നൊക്കെ പറയുകൊണ്ട് ഞാൻ വരച്ച്. അങ്ങനെ എൻ്റെ അടുത്ത് പറയും ഇല്ല എനിക്ക് ഇഷ്ടമൊന്നുമില്ല, ഞാൻ ഫ്രണ്ടായിട്ടാണ് കണ്ടതെന്ന് പറയും. പിന്നെ ആൾ ഭയങ്കര സങ്കടമായിരുന്നു. അന്ന് വരെ തേച്ച ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട് വന്നിരുന്ന ആൾ പിന്നെ തേക്കാത്ത ഉടുപ്പ്, തലേന്നും കൊതൂല, ബട്ടൺസൊക്കെ തുറന്നിട്ട്. അപ്പോൾ തന്നെ എനിക്കൊക്കെ ഭയങ്കര വിഷമമായി. പിന്നെ ഒരാഴ്ച ഞാൻ ഭയങ്കര ബിൽഡപ്പായി. പിന്നെ ഞാൻ 2 ദിവസം കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ ഫ്രണ്ടായിട്ട് മിണ്ടി തുടങ്ങി. ആ ദേഷ്യമൊക്കെ മാറി 2 ദിവസം കഴിഞ്ഞപ്പോൾ മിണ്ടി തുടങ്ങി. പിന്നെ ഒരു 14-ാം തീയതി ഞാൻ ആളെ പ്രപ്പോസ് ചെയ്യുന്നു. തിരിച്ച് എനിക്ക് എസ് ആണെന്ന് ഞാൻ പറയുന്നു. എസ് ആണെന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ നല്ല നല്ല ഒരു കാലമായിരുന്നു. ഒരുപാട് എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് സ്ട്രഗിൾ അനുഭവിച്ച ഒരാളാണ് അതായത് കുഞ്ഞിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു 3-4 എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതലേ ഞാൻ കുറേ സ്ട്രഗിൾസൊക്കെ അനുഭവിക്കുന്ന ഒരാളാണ്. അപ്പം ഒരാൾ ലൈഫിലോട്ട് കടന്നു വന്നപ്പോഴത്തേക്കും എൻ്റെ മനസ്സിനകത്ത് ഭയങ്കര സന്തോഷവും, എങ്ങൊന്നും കിട്ടാത്തൊരു സ്നേഹം കിട്ടുമ്പോഴുള്ള ആ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുമായിരുന്നു. അങ്ങനെ ലെറ്റർ എഴുതുമായിരുന്നു. നമ്മൾ അന്ന് ഫോൺ കോള് അങ്ങനെയൊന്നും വലിയ ഇതില്ല. കൂടുതലും ഈ കാണുക, ബസ് സ്റ്റാൻഡിനകത്ത് വെച്ചോ അല്ലെങ്കിൽ റോഡിൽ വെച്ചോ അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതേ ഉള്ളായിരുന്നു. അത് നെഞ്ചിടിച്ചാണ് കാണുമ്പോൾ സംസാരിക്കണത്. ആരെങ്കിലും കണ്ട് വീട്ടിൽ പോയി പറഞ്ഞാലത് ഭയങ്കര പേടിയാണ്. അത് കഴിഞ്ഞ് ആള് അങ്ങനെ ലെറ്റേഴ്സ് എഴുതുമായിരുന്നു. അത് എനിക്കും എഴുതിയിട്ടുണ്ട്, ഞാനും എഴുതിയിട്ടുണ്ട്. കുറേ നാൾ നമ്മൾ 1 മാസത്തോളം നമ്മൾ ലെറ്റേഴ്സ് കൊടുക്കുമായിരുന്നു, ദിവസവും കൊടുക്കുമായിരുന്നു. പിന്നീട് അത് അമ്മ പൊക്കിയപ്പോഴത്തേക്ക് ഏട്ടൻ വന്ന് പറയും ഇനി ലെറ്റർ വേണ്ട കേട്ടാ, വീട്ടിൽ അമ്മ പൊക്കിയെന്ന് പറയും. അപ്പം ഞാൻ പറയും ഈശ്വര ഇനിയിപ്പോൾ എന്തിനു ചെയ്യാൻ ലെറ്റർ എഴുതണ്ട, വേണ്ട. ഞാൻ പറയും ശരി. കാരണം ഞാനും ആ സമയങ്ങളിൽ ശ്രദ്ധിക്കാതെ ലെറ്ററൊക്കെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് വയ്ക്കും. ചിലപ്പം അമ്മയുടെ കയ്യിൽ നിന്നൊക്കെ ജസ്റ്റ് മിസ് അമ്മ പൊക്കാനുള്ള സമയം പല തവണ വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ജസ്റ്റ് മിസ്സിലൊക്കെ ചിലപ്പോൾ തറയിലൊക്കെ ആ സമയത്ത് അങ്ങ് വീഴും, പെട്ടെന്ന് പോയി അങ്ങ് എടുക്കും. അങ്ങനെയൊക്കെ ഉള്ള സമയമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു 8 മാസം നല്ല പ്രണയമായിരുന്നു. പക്ഷെ ഇതിനിടയിൽ ഞാൻ ചുമ്മാ ചെറിയ കാര്യങ്ങൾക്ക് പിണങ്ങുമായിരുന്നു. മിണ്ടിയില്ല, കണ്ടില്ല, എവിടെ പോയി. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ എന്നും പിണങ്ങുമായിരുന്നു. എന്നല്ല, ചിലപ്പോഴൊക്കെ പിണങ്ങുമായിരുന്നു. ഒരാഴ്ച കൂടുമ്പോഴൊക്കെ ഞാൻ ചുമ്മാ അടി ഉണ്ടാക്കും. എൻ്റെ അടുത്ത് അങ്ങനെ വലുതായിട്ട് അടി ഉണ്ടാക്കുന്ന ആളല്ല. ആളൊരു സൈലൻറ്റ് പേഴ്സൺ ആണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇങ്ങോട്ട് അടി ഉണ്ടാക്കാൻ അങ്ങനെ വരാറില്ല. പിന്നെ അതിനിടയ്ക്ക് ഈ സ്വഭാവമൊക്കെ മാറിയ സമയമുണ്ട്, അത് പറഞ്ഞുതരാം. അങ്ങനെ ആളെന്ത് ചെയ്തു, എന്നെ അങ്ങനെ 10ാം ക്ലാസ് വെക്കേഷനായി. 10ാം ക്ലാസ് എക്സാം കഴിഞ്ഞു. എക്സാം കഴിഞ്ഞപ്പോൾ 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി എന്ന് കാണാൻ പറ്റും എന്നൊക്കെ ഉള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ വിളിക്കാറ് പോലും വെക്കേഷൻ സമയത്തൊന്നും വിളിച്ചിട്ടൊന്നുമില്ല. ഞാൻ ഭയങ്കര അഡിക്റ്റഡ് ആയിരുന്നു ആളുമായിട്ട്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഡിപ്രഷൻ ആവുക, പിന്നെ സങ്കടം വരുമ്പോഴത്തേക്കും ദേഹം ഉപദ്രവിക്കുക, അതൊക്കെ വരുമായിരുന്നു. പക്ഷെ ആ ഒരു സമയത്തേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ആ ഒരു പ്രായത്തിൽ തോന്നിയ ആ ഒരു കാര്യങ്ങളാണ്. ഭയങ്കര ഒരു ആള് കണ്ടില്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഞാൻ വയലൻ്റ് ആവുമായിരുന്നു. പിന്നെ നമ്മൾ ഓരോ ഏജൊക്കെ ആയി വരുമ്പോഴത്തേക്കും നമ്മൾ ആ സ്വഭാവമൊക്കെ മാറുമല്ലോ. പിന്നെ +1 ആയപ്പോഴത്തേക്കും ഞാൻ സീനിയർ, അതായത് ബ്രെയിൻസിൻ്റെ ഈ ട്യൂട്ടോറിയൽ കുറച്ചപ്പുറത്താണ്, സീനിയർ ട്യൂട്ടോറിയലിൽ അഡ്മിഷൻ എടുത്ത്. അപ്പോൾ ഏട്ടനും വന്നത് ആ ദിവസം തന്നെ. അന്നാണ് ഞങ്ങൾ കാണുന്നത്. പിന്നെ 2 മാസത്തെ വെക്കേഷന് ശേഷം. അപ്പം
+1 അഡ്മിഷൻ കിട്ടിയത് എനിക്ക് വെങ്ങാറോട് കിട്ടി, ഹ്യൂമാനിറ്റീസ് കിട്ടി. ഏട്ടന് കിട്ടിയത് മുളമന സ്കൂളിൽ ഹ്യൂമാനിറ്റീസ് അല്ല ആദ്യം കിട്ടിയത്, ആദ്യം ഹോം സയൻസ് ആണ് കിട്ടിയത്. അപ്പോൾ ഏട്ടൻ അതിൽ നിന്ന് മാറി ഹ്യൂമാനിറ്റീസിലെ കണ്ടാ വന്നു. അങ്ങനെ എന്തോ തന്നെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, പക്ഷെ എനിക്ക് കറക്റ്റ് ഓർമ്മ വന്നില്ല. അങ്ങനെ ഒന്നോ രണ്ടോ വിഷയങ്ങൾ അവസാനം മാറ്റിയാണ് നമ്മൾ ഹ്യൂമാനിറ്റീസിലോട്ട് വന്നത്. പക്ഷേ ഒരേ ട്യൂട്ടോറിയൽ ആയിരുന്നെങ്കിലും ഏട്ടൻ പിന്നെ ഒരുപാട് നാളൊന്നും കണ്ടിന്യൂ ചെയ്തില്ല. പകുതി ആയപ്പോൾ ഏട്ടൻ ഡ്രോപ്പ് ചെയ്തു. പിന്നെ +1 +2 വീണ്ടും പ്രണയത്തിലായി. +1 +2 ആണ് കുറച്ചും കൂടി അടുത്തതെന്ന് വേണമെങ്കിൽ പറയാം. 10ാം ക്ലാസ് നമ്മൾ അങ്ങനെ കാണാറില്ലെങ്കിലും +1 +2 ഞാൻ സ്റ്റോപ്പിലൊക്കെ നിൽക്കും, സ്റ്റാൻഡിലൊക്കെ നിൽക്കും, അങ്ങനെ സംസാരിക്കുമായിരുന്നു. പിന്നെ അടിയും വഴക്കും ബഹളവും അതുണ്ടായിരുന്നു. പക്ഷെ ഞാനായിരുന്നു കൂടുതൽ പിണക്കം കേട്ടോ. ഏട്ടൻ പാവമായിരുന്നു. +2 കഴിഞ്ഞാണ് ഒരു 6 മാസത്തോളം നമ്മൾ ബ്രേക്കപ്പ് ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിന് സിറ്റുവേഷൻസ് ഒരുപാടുണ്ടായിരുന്നു. അങ്ങനെ ഏട്ടനാണ് പറഞ്ഞത് വേണ്ട, നമുക്ക് റിലേഷൻ വേണ്ട എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കുറച്ചല്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. 1 മാസത്തോളം എനിക്ക് അതിൻ്റെ ആ ഒരു സങ്കടവും കാര്യങ്ങളും ഒരു രക്ഷയില്ലായിരുന്നു. മൈൻഡൊക്കെ ഒട്ടും രക്ഷയില്ലായിരുന്നു. പിന്നെ ഞാൻ മാസം തോറും വിളിക്കുമായിരുന്നു, എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ മറുപടിക്കുന്ന വേണ്ടിയിട്ട് ഞാൻ മാസത്തിൽ ഒരിക്കലായിട്ട് വിളിക്കുമായിരുന്നു. അപ്പം ഏട്ടൻ അവോയ്ഡ് ചെയ്യുമായിരുന്നു. അന്നൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ 2 മാസം 3 മാസം 4ാമത്തെ മാസം വരെ കണ്ടേ ഞാൻ വിളിച്ചിട്ടുള്ളൂ. 5-6 മാസം ഞാൻ വിളിച്ചില്ല. എനിക്കറിയാം എനിക്ക് കിട്ടത്തില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിളിച്ചില്ല. 6ാം മാസത്തിൽ ആൾ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു അതിങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നോ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വീണ്ടും പ്രണയത്തിലായി. അപ്പോൾ അതുവരെയുള്ള ദേഷ്യമൊക്കെ ഞങ്ങൾ തീർത്ത് കുറേ വഴക്കൊക്കെ പറഞ്ഞ് പിന്നെ അത് വേറൊരു ലോകം വരുന്നു. അതുവരെ നമ്മൾ പ്രണയിച്ച ആൾക്കാരൊന്നും ആയിരുന്നില്ല പിന്നീട്. കാരണം എപ്പോഴും ഭയങ്കര കെയറിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് ആ കെയറിങ് കാണുമ്പോൾ എൻ്റെ പൊന്നി എടുത്ത് മണ്ടക്കടിച്ചാലാന്ന് തോന്നിപ്പോ. അത്രയ്ക്ക് മനുഷ്യനെ പ്രാന്താക്കിയിട്ടുണ്ട്. അതായത് +2 കഴിഞ്ഞിട്ട് ഏട്ടൻ BSc ആനിമേഷൻ പഠിക്കാൻ വേണ്ടിയിട്ട് പോയി. ഞാൻ IT പോയി സ്റ്റെനോഗ്രാഫി പഠിക്കാൻ. അപ്പോൾ രണ്ടുപേരും 2 ദിക്കിലായി. അതാണ് 6 മാസം അത്രയും ഗ്യാപ്പായി പോയത്. പിന്നെ ഏട്ടൻ എന്നെ കോണ്ടാക്ട് ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഡിഗ്രിക്ക് ഒരുമിച്ച് ഡിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തു 2 വർഷം. പക്ഷെ അതും നമ്മൾ രണ്ടുപേരും ഏട്ടൻ ദുബായിലോട്ട് പോകുന്ന ആ ഒരു ടൈം അങ്ങണ്ടായി. അപ്പം ഞാനും അയ്യോ എൻ്റെ കൂടെ ഒറ്റയ്ക്ക് പറ്റൂലെന്ന് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് ഞാനും പറയും അല്ല ഡിസ്റ്റൻ്റ് ആയിട്ട് കാര്യവട്ടത്ത് നമ്മൾ കോഴ്സ് സോഷ്യോളജി എടുത്ത് 2ാമത്തെ വർഷമായപ്പോൾ ആദ്യത്തെ ഇയറിൻ്റെ റിസൾട്ട് വന്നില്ല. അപ്പോൾ രണ്ടും ഒരുമിച്ച് എഴുതണമെന്ന് വീണ്ടും പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് എക്സാം റിസൾട്ട് വന്നില്ല ആദ്യത്തെ. അപ്പോൾ പിന്നെ എനിക്ക് ഭ്രാന്തായി, ആദ്യത്തത് വന്നില്ല, ഇനിയിപ്പോൾ 2ാമത്തെ എഴുതണ്ടേ, പിന്നെ ഏട്ടനും പോകണം, അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാവില്ല, എനിക്കിനി വയ്യെന്ന് പറഞ്ഞുകൊണ്ട് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തില്ല. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാതെ ഞാൻ എന്ത് ചെയ്തു, RVTIയിൽ പോയി. അപ്പോൾ ഈ ഒരു 3-4 വർഷം തന്നെ 4-5 വർഷത്തോളം നമ്മൾ അഗാധമായ പ്രണയത്തിലായിരുന്നു. ഭയങ്കര ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺകണ്ടീഷണൽ ലവ് ആയിപ്പോയി, ഭയങ്കര അടുപ്പമായിപ്പോയി. എനിക്ക് തോന്നുന്നു ആ ഒരു അടുപ്പം നമ്മളിപ്പം മാരേജൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ ഒരു അടുപ്പത്തിൻ്റെ അത്രയും ഇതുവരെയും വന്നിട്ടില്ല. അങ്ങനെ അങ്ങനെ എല്ലാത്തിനും കെയറിങ്, എവിടെ പോകണമെങ്കിലും കൂടെ കാണും, അങ്ങനെ വീട്ടിൽ പിന്നെ ബ്രദറൊക്കെ ഇടയ്ക്ക് വെച്ച് പൊക്കിയിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ട് അമ്മയ്ക്ക് മണമടിച്ച്, അച്ഛനെ മണമടിച്ച്. അച്ഛനൊക്കെ കട്ട സീനായിരുന്നു, അച്ഛനേക്കാൾ സീനായിരുന്നു ബ്രദർ. പിന്നെ പ്രത്യേകിച്ച് ഞാൻ എൻ്റെ വീട്ടിൽ സ്നേഹം ഉണ്ടായിരുന്നു. എന്നിരുന്നാലും കൂടുതലും കുറച്ചുകൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ സഹോദരനും അച്ഛനും ഒക്കെ, അച്ഛനായിരുന്നു ആദ്യം ഡ്രഗ്സ് മദ്യപാനമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അച്ഛൻ ഒന്ന് ഒതുങ്ങി വന്നപ്പം സഹോദരനായി. അവൻ്റെ കാര്യങ്ങൾ കൊണ്ടാണ് ഒരു പക്ഷേ നമ്മളുടെയൊക്കെ ലൈഫ്, എൻ്റെയൊക്കെ ലൈഫ് ഇങ്ങനെ തെന്നിമാറി പോയെന്നോടും പറയാൻ. കാരണം ആള്
എന്തിനു പറയാൻ എനിക്കറിയത്തില്ല. ആളത്രയ്ക്ക് നമ്മളെ അങ്ങ് മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ട്. അത് എനിക്കിപ്പോൾ പറയണമെന്ന് ഒട്ടും ആഗ്രഹമുള്ള കാര്യമല്ല. പക്ഷേ അതും കൂടെ ഒക്കെ പറഞ്ഞാൽ ഈ കഥയുടെ ഒരു പൂർണ്ണ രൂപമാവത്തുള്ളൂ. അത് പറഞ്ഞു തരാം. അങ്ങനെ വീട്ടിലിറങ്ങി, വീട്ടിൽ ചെറുതായിട്ടൊക്കെ മണമടിച്ച് അടിയൊക്കെ കിട്ടി, ഇടിയും കിട്ടി. മൊത്തത്തിൽ നല്ല സീനായിരുന്നു. അച്ഛൻ്റെ നിന്നൊക്കെ നല്ല രീതിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ സഹോദരൻ ഗൾഫിലായിരുന്നു. ഗൾഫിൽ അവിടെ ഇരുന്ന് എനിക്ക് പണി തരുമായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് വെക്കേഷൻ സമയത്തൊക്കെ വെക്കേഷൻ സമയത്തല്ല, ഇവ ലീവിന് വരുമ്പോഴൊക്കെ എന്നെ നല്ല രീതിയിൽ ഓരോന്നും പറഞ്ഞൊക്കെ എന്നെ നല്ല രീതിയിൽ മൈൻഡ് ടോർച്ചർ ചെയ്യുമായിരുന്നു. ആദ്യം സപ്പോർട്ടായിരുന്നു സഹോദരൻ. പിന്നീട് അങ്ങോട്ട്, അതായത് ആളിച്ച് മദ്യപിക്കുമ്പം ആളുടെ ക്യാരക്ടർ മാറും. അപ്പം ഇന്നലെ വരെ പറഞ്ഞ കാര്യമായിരിക്കില്ല എന്ന് പറയണം. ഇപ്പോഴും എനിക്ക് ബ്രദർ എന്ന് പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്നെ ആ രീതിയിൽ കാണുന്നില്ല. പിന്നെ ഞാൻ എന്തിനു കാണുന്നു എന്നാണ് ഈ ഇടയ്ക്ക് ഞാൻ ആലോചിച്ചത്. അത് പോട്ടെ, അത് ഞാൻ പറയുന്നില്ല. പിന്നെ ആദ്യം ഇങ്ങനെ സപ്പോർട്ടൊക്കെ നിന്നിട്ട് പിന്നെ അവൻ സ്വഭാവം മാറി. പിന്നീട് അമ്മയൊക്കെ അറിഞ്ഞ് പിന്നെ ഏട്ടനുമായിട്ടൊക്കെ സംസാരിച്ച് പിന്നെ കുഴപ്പമില്ല. പക്ഷെ കറങ്ങാൻ പോകാൻ പാടില്ല എന്നൊക്കെ പറയും. അവസാനം നമ്മൾ കറങ്ങാനൊക്കെ പോകുമായിരുന്നു. ഈ പറയും പോലെ ശനി ഞായറൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെവിടെയെങ്കിലും വേളിയില്ല, ഏറ്റവും കൂടുതൽ തിരുവനന്തപുരം വേളിയിലാണ് പോയിട്ടുള്ളത്. പിന്നെ സൂയിലും മ്യൂസിയത്തിലും. അവിടുത്തെ കുരങ്ങന്മാരൊക്കെ ഏറ്റവും അവസാനം നമ്മുടെ അടുത്ത് പറഞ്ഞു, ഇങ്ങോട്ട് വരല്ലേ ഇനി, കണ്ട് നിങ്ങളെ മടുത്തു എന്ന് വരെ പറഞ്ഞു തുടങ്ങി. അങ്ങനെ പക്ഷെ നമ്മൾ പോകുമായിരുന്നു. അവിടെ ഇവിടെയൊക്കെ പോയി ഇരുന്ന് കഥകളും പറഞ്ഞ് കാര്യവും പറഞ്ഞ് അങ്ങനെ കുറേ കാലം. അത് കഴിഞ്ഞു. അതിപ്പോൾ എല്ലാവരും കല്യാണം ഉറപ്പിച്ച് കഴിഞ്ഞാൽ എല്ലാവരും, അല്ലെങ്കിൽ സ്നേഹിക്കുന്ന എല്ലാവരും കറങ്ങാൻ പോകാറുണ്ട്. പക്ഷെ അതിലൊക്കെ എൻ്റെ വീട്ടിൽ ഭയങ്കര വമ്പം പ്രശ്നങ്ങൾ നടക്കുമായിരുന്നു. പിന്നെ കുറേ നാൾ എന്നെ പൂട്ടിയൊക്കെ ഇട്ടിരുന്നു, പുറത്തൊന്നും വിടാതെ. പിന്നെ മൊബൈൽ തരൂലായിരുന്നു, മൊബൈലൊക്കെ അടിച്ച് പൊട്ടിച്ച്. പിന്നെ അവസാനം ഏട്ടനും അമ്മയും വീട്ടുകാരൊക്കെ വീട്ടിൽ വന്ന് സംസാരിച്ച്. അങ്ങനെ ഇവിടുത്തെ അമ്മ എനിക്ക്, ഏട്ടൻ്റെ അമ്മ എനിക്ക് സിമ്മ് പൊതിഞ്ഞ് എൻ്റെ കയ്യിൽ തന്നു. നല്ല അമ്മയല്ലേ. സിമ്മ് പൊതിഞ്ഞ് എൻ്റെ കയ്യിൽ തന്ന്. പിന്നെ അത് ഞാൻ വേറൊരു ഫോണിലിട്ട് ആരും അറിയാതൊക്കെ വിളിച്ച് കട്ടിനടിയിലൊക്കെ ഒളിപ്പിച്ച് നോക്കി. രാത്രി ആകുമ്പോൾ ഫോൺ എടുത്ത് സംസാരിക്കും. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ എല്ലാവരുടെ ലൈഫിലും ഉണ്ടാകുന്ന കാര്യങ്ങളാണ് പണ്ടൊക്കെ. അങ്ങനെ കുറേ നാളായിരുന്നു. പിന്നെ എൻ്റെ ലൈഫിൻ്റെ ടേണിങ് പോയിൻ്റായി. ഏട്ടൻ ദുബായിൽ പോയി. പിന്നെ എനിക്ക് ഫുൾ ഫ്രീഡം ആയിരുന്നു, എവിടെ വേണമെങ്കിലും പോവാം. കാരണം ഏട്ടൻ ദുബായിൽ പോയല്ലോ. പിന്നെ പക്ഷേ എനിക്കത് ഭയങ്കര വിഷമവും കരച്ചിലൊക്കെ ആയിരുന്നു. കാരണം ഏട്ടൻ അത്രയും നാൾ കൂടെ ഉണ്ടായിട്ട് പോയപ്പോഴത്തേക്കും ഭയങ്കര സങ്കടമായിരുന്നു. 1 മാസത്തോളം ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം ആ ഏട്ടൻ ഗൾഫിലായിരിക്കുന്ന സമയത്ത് ഞാൻ RVTIയിൽ ഫാഷൻ ഡിസൈനിങ്ങും കോസ്മെറ്റോളജിയും ചെയ്തു 3 വർഷം. ലേഡീസിൻ്റെ മാത്രം ഏരിയയാണ്. വുമൺസ് IT കണക്കാണ്. ഇത് വല്ലാത്തൊരു, കാരണം അവിടെ മൊബൈൽ അങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല. പുറത്തേന് രാവിലെ കയറിയിട്ട് വൈകുന്നേരം ഇറങ്ങുക. ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയി പഠിച്ച ആളല്ല, കോസ്മെറ്റോളജി ആയിട്ടാണ് പഠിച്ചത്. 1 ഇയർ അത് കാലയ്ക്ക് കുടിയായിരുന്നു. പിന്നെ ഫാഷൻ ഡിസൈനിങ് 2 വർഷമാണ് ഞാൻ പഠിച്ചത്. അങ്ങനെ ഒരു ടെക്നിക്കൽ കോഴ്സെല്ലാം ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിനിടയിൽ DCA കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അതൊക്കെ പഠിച്ച്. അതൊക്കെ കഴിഞ്ഞ് സഹോദരൻ 10 വർഷമായിട്ട് ഗൾഫിലായിരുന്നു. അങ്ങനെ അവൻ പറഞ്ഞു, ഇല്ല ഞാൻ നാട്ടിലോട്ട് വരാൻ പോകണമെന്ന് പറയും. അപ്പോൾ ഇവൻ നാട്ടിൽ വരുമ്പോഴത്തേക്കും ലീവിന് നാട്ടിൽ വരുമ്പോൾ ഭയങ്കര വിപ്ലവവും ഇതൊക്കെയാണ്. കാരണം ഞാൻ പറഞ്ഞില്ല, മദ്യപാനത്തിൽ ഒരുപാട് ആയി കഴിയുമ്പം അത് കുറേയൊക്കെ കൂട്ടുകെട്ടാണെന്ന് 80% കൂട്ടുകെട്ടുണ്ട്. പക്ഷേ എത്ര കൂട്ടുകെട്ടാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, നമ്മളായിട്ടും കൂടെ വിചാരിക്കണം, ഇല്ല നമ്മൾ പോകാൻ പാടില്ല, നമ്മളെ ലൈഫാണ് എന്ന് വിചാരിക്കണം. പക്ഷെ ആളങ്ങനെയൊന്നും വിചാരിച്ചിരുന്നില്ല. ആൾ വഴി തെറ്റിപ്പോയി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇയാൾ വരുമ്പോഴത്തേക്കും നമ്മളവിടെ ഭയങ്കര പ്രശ്നവും കാര്യങ്ങളൊക്കെയാണ്. അതുവരെ വലിയ സമാധാനമായിട്ടൊക്കെ ഇരുന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പം വന്നപ്പോഴത്തേക്കും വീണ്ടും പ്രശ്നമായി. പിന്നെ അമ്മയും അച്ഛനും വരാം, കല്യാണം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് വരാമെന്ന് പറഞ്ഞു, ഡേറ്റ് എടുക്കാൻ വേണ്ടി. അപ്പോൾ അന്ന് ഏട്ടൻ നാട്ടിലുണ്ടായിരുന്നു. ഏട്ടനും സഹോദരനും ഏതാണ്ട് ഒരു 10 ദിവസത്തെ ഗ്യാപ്പിലാണ് കയറി വരുന്നത്. ഏട്ടൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഏട്ടൻ കയറി വരുമെന്ന്. കാരണം ഏട്ടൻ ആ സമയത്ത് ഗൾഫിൽ നിൽക്കുന്ന സമയത്ത് ലാസ്റ്റ് ആയപ്പോൾ സാലറി ഒന്നും കിട്ടിയിരുന്നില്ല. ഏതാണ്ട് ആ കമ്പനി പൊട്ടി പാളിഷായിട്ട് നിൽക്കുന്ന കമ്പനിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഏട്ടൻ തിരിച്ച് വന്നപ്പോഴത്തേക്കും
ഒട്ടും പ്രതീക്ഷിക്കാതെ, അതൊക്കെ ദൈവനിമിത്തമായിട്ടാണ് ഞാൻ കാണുന്നത് കേട്ടോ. ഒട്ടും പ്രതീക്ഷിക്കാതെ ഏട്ടൻ വരുന്നത്. എൻ്റെ സഹോദരൻ വന്ന് 10 ദിവസം കഴിയുമ്പോഴാണ് ഏട്ടൻ വരുന്നത്. അതിലൊക്കെ അവസാനം റൂമർ ഒരുപാട് ഇറങ്ങി. എൻ്റെ വീട്ടുകാരും എല്ലാവരും അങ്ങനെയാണ് പറഞ്ഞത്, അത് മനഃപൂർവ്വം നിങ്ങൾ പ്ലാൻ ചെയ്തതായിരുന്നു എന്ന്. ഒരിക്കലും അല്ല. പട്ടിണി കിടന്ന്, പക്കാ പട്ടിണി കിടന്നാണ് ആളവിടെ നിന്ന് എങ്ങനെയെങ്കിലും കേസൊക്കെ കൊടുത്ത് ഇങ്ങ് പോകുന്നത്. എത്രയെങ്കിലും ലക്ഷം രൂപ കിട്ടാനും ഉണ്ടായിരുന്നു, സാലറി കിട്ടിയിട്ടും ഇല്ലായിരുന്നു. അങ്ങനെ അപ്പോൾ ഈ വീടിൻ്റെ ലോണൊക്കെ എടുത്തിട്ടേക്കായിരുന്നു. വീടിൻ്റെ പണികൾ ഏതാണ്ട് പൂർത്തിയായിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ ഡേറ്റ് എടുത്തില്ല. അന്നത്തെ ദിവസം അവർ പിറ്റേന്ന് ഞായറാഴ്ച വരുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ വീട്ടിൽ അച്ഛനെ കണ്ടിട്ട് പറയും. പക്ഷേ അച്ഛൻ ഒരു വീട്ടിൽ വന്ന് പറഞ്ഞ് ഈവൻ ബ്രദറ് നോർമൽ അല്ലായിരുന്നു അന്ന് ഭയങ്കര വിപ്ലവവും കാര്യങ്ങളൊക്കെ ആയിരുന്നു, അടിയും വഴക്കും ബഹളവും. അങ്ങനെ ഞാൻ പിന്നെ എന്നെ അന്ന് ധന്യയും ഞാനും കൂടെ അന്ന് പാർലർ ഇട്ടിട്ടുണ്ടായിരുന്നു. പാർലർ ഇട്ട് 6 മാസം കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. അങ്ങനെ അവള് പെട്ടെന്ന് ധന്യം കണ്ണനൊക്കെ വന്നിട്ട് പറഞ്ഞ് വാ ഇനി ഇവിടെ നിൽക്കേണ്ട, നമുക്ക് എൻ്റെ വീട്ടിൽ പോവാന്ന് പറയും. അങ്ങനെ അവരെന്നെ വിളിച്ച, കാരണം അവിടെ അത്രയ്ക്ക് പ്രശ്നമായി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ചോരയും ചോരക്കളവും കണ്ടു വളർന്ന കുട്ടിയാണ് ഞാൻ. അത്രയ്ക്ക് പ്രശ്നമായിരുന്നു. അത്രയ്ക്ക് നമുക്ക് ചില കേസിൽ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമായിരിക്കും. നമുക്ക് വീട്ടിൽ നിൽക്കാൻ പോലും പറ്റില്ല. കാരണം വയലൻസ് കറക്റ്റ് അതാണ് പറയണത്. പോലീസ് സ്റ്റേഷൻ അത് ഇത് ബഹളം ഒക്കെ കൊച്ചിലേ ഞാൻ കണ്ടു വളർന്ന ആളാണ്. തീയിൽ കുരുത്ത ആളാണ് കേട്ടോ ഞാൻ. അങ്ങനെ സംഭവങ്ങളൊക്കെ നടക്കുന്ന എന്നെ ധന്യെ വിളിച്ചുകൊണ്ട് പോകണം. ധന്യം കണ്ണാണനും വിളിച്ചുകൊണ്ട് പോയിട്ട് പറഞ്ഞ് ഇത്രയും നാളായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയല്ലായിരുന്ന, അന്ന് 10 വർഷം തികയണേൻ്റെ അന്നാണ് വീട്ടിൽ അടിയാവുന്നത്. അതിനടുത്ത് പോയി 10 വർഷം ആനിവേഴ്സറിയിൽ അന്നാണ് വീട്ടിൽ അടിയാവണത്. അപ്പം ഞാൻ അന്ന് ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. അങ്ങനെ അവൾക്ക് കൊണ്ടുപോയി ഞാൻ കുറേ ദിവസം അവിടെ നിന്നിട്ട് ഞാൻ എവിടെയാണെന്ന് അമ്മയോടും അച്ഛനോടും പറയുന്നില്ല. കാരണം ഇവരാരും എനിക്ക് ആ സമയത്ത് സപ്പോർട്ടായിട്ടില്ലായിരുന്നു. മുക്കാലും ഞാനങ്ങ് വെറുത്തുപോയി. അങ്ങനെ ഉപദ്രവിച്ച സമയത്തൊക്കെ ഞാനിങ്ങനെ പിന്നീട് തിരിച്ചു പോകുന്ന കാര്യം പറഞ്ഞപ്പോഴത്തേക്കും ഡേറ്റ് എടുത്തിട്ട് പോവാം എന്നിങ്ങനെ എല്ലാവരും പറഞ്ഞു. ഇനിയിപ്പോൾ കല്യാണം നോക്കിയാൽ മതി, ഇനി വീട്ടിൽ പോയി അടിമകളും ഉണ്ടാവുന്ന സിറ്റുവേഷനിലോട്ട് പോകണ്ടെന്ന് പറയും. അപ്പോൾ ഞാനും വിചാരിച്ചു അതാണ് നല്ലത്, അത് തന്നെയാണ് നല്ലത്. നമ്മളിപ്പോൾ ഇത്രയും വർഷം കാത്തിരുന്നിട്ട് ഏറ്റവും അവസാനം എന്താണ് ഞാൻ കാത്തിരിക്കുന്നതേ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടായിരുന്നില്ലേ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അങ്ങനെ ഏട്ടൻ ഇവിടെ അന്നൊരു ദിവസം കൊണ്ടുവന്നു. ധന്യയും കണ്ണണ്ണനും കൂടെ എന്നെ അന്നേ ദിവസം രാത്രി ഇവിടെ കൊണ്ടുവന്നു. ഇവിടെ മീൻസ് ഈ റോഡിൻ്റെ അപ്പുറത്ത്. അങ്ങനെ ഏട്ടൻ വന്ന് സംസാരിക്കുന്നു. അപ്പോൾ ഇവിടെ നിന്ന് കല്യാണമായിട്ട് തന്നെ വേണമെന്ന് പറയുന്നു. അങ്ങനെ അപ്പോൾ കണ്ണണ്ണൻ പറയുമെങ്കിൽ ധന്യയുടെ വീട്ടിൽ തന്നെ ഇവിടെ നിൽക്കട്ടെന്ന് പറയും. ഓക്കെ, ഡേറ്റൊക്കെ എടുത്ത് കല്യാണം കഴിഞ്ഞ് ഇങ്ങ് കൊണ്ടുവന്നാൽ മതി എന്ന് പറയും. വീട്ടിൽ പിന്നെയും എന്നെ കാണാതായതും അവിടെ തപ്പി കിടക്കണം, ഇവിടെ തപ്പി കിടക്കണം. അങ്ങനെ അച്ഛൻ എന്നെ കണ്ടുപിടിച്ച് ഞാൻ ധന്യയുടെ അടുത്താകുന്നു. അങ്ങനെ അച്ഛൻ വന്ന് എന്നെ അവിടെ വെച്ച് സംസാരിച്ച് നീ വരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് വയ്യ, അവൻ്റെ അടിയും ഇടിയും കൊണ്ട് ജീവിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പറയും എനിക്ക് പിന്നെ ഡേറ്റ് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഡേറ്റ് എടുത്ത് മിഥുനത്തിലാണ് ഡേറ്റ് എടുത്തത്. അതിനും അച്ഛൻ ഭയങ്കര ബഹളമായിരുന്നു. മിഥുനത്തിൽ ഡേറ്റ് എടുത്ത് എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളവും, അച്ഛൻ്റെ ജന്മനാൾ മാസമാണെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളമൊക്കെയാണ്. അച്ഛന് ഭയങ്കര വിഷമമായിരുന്നു ആ സമയത്ത്. പക്ഷേ ഞാൻ അവിടെ നിന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ എന്നെ കാണുകയോ പോലും ഇല്ലായിരുന്നു. ഞാൻ ഇന്ന് നിങ്ങളെ മുമ്പ് ഇരിക്കുകയോ പോലും ഇല്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് തിരിച്ച് വീട്ടിൽ കയറി പോകാൻ പറ്റിയില്ല. പക്ഷേ അമ്മയും അച്ഛനും കൂടെ സംസാരിച്ച് കല്യാണത്തിന് ഇവിടെ നിന്ന് തന്നെ പോകണം, നീ ഇവിടെ വന്നേ പറ്റുള്ളൂ എന്ന് പറയും. പിന്നെ എല്ലാവർക്കും പേടിയായിരുന്നു എന്നെ അവൻ്റെ അടുത്ത് ഇട്ട് കൊടുക്കാൻ. അങ്ങനെ സ്റ്റേഷനിൽ എഴുതി വയ്ക്കാമെന്ന് പറയും. അങ്ങനെ പിന്നെ വിചാരിച്ചു വേണ്ട, സഹോദരങ്ങളല്ലേ, എഴുതി വെക്കണ്ട, നീ ചെല്ല്, നാളെ ഒരു സമയത്ത് നല്ല രീതിയിലാവണമെങ്കിലോ എന്ന് ഏട്ടൻ പറഞ്ഞു. ഇവിടെ നിന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പിന്നെ വീണ്ടും അങ്ങ് പോയി. അന്നേ ദിവസം രാത്രി ആയപ്പം പാരക്കുറ്റി വെട്ടുകുത്തി ജസ്റ്റ് മിസ്സാണ്. ഒരു മൊട്ടുസൂചിയുടെ അത്ര പോലും ഇല്ലായിരുന്നു, മിസ്സാണ്. അത്രയ്ക്ക് ഒരു ഗ്യാപ്പ് പോലും എനിക്ക് കിട്ടിയിരുന്നില്ല. എങ്ങനെയോ തലധാരയ്ക്ക് രക്ഷപ്പെട്ടതാണ്. അവിടെ നിന്ന് ഓർക്കുമ്പോൾ വിഷമമുണ്ട്, സങ്കടമുണ്ട്. നമ്മൾ ഒരേ വയറ്റിലാണ് ജനിച്ചത്. പക്ഷേ ഡ്രഗ്സിൽ അഡിക്റ്റായി പോയതുകൊണ്ട് ആള് പൂർണ്ണമായിട്ടും കൈവിട്ടു പോയി. ഡി അഡിക്ഷൻ സെൻറ്ററിലൊക്കെ ഈ ഇടയ്ക്ക് പോയി നന്നാക്കി കൊണ്ടുവന്നതാണ്. പിന്നെ ആളുടെ ജീവിതം നോക്കാതെയാണ് ചെയ്യുന്നത്, ഒട്ടും ജീവിതം നോക്കാതെയാണ് ജീവിക്കുന്നത്. അപ്പോൾ ആലോചിക്കുമ്പോൾ നല്ല വിഷമമുള്ള കാര്യമാണ്. സ്വന്തം ഒരു സഹോദരൻ ഇങ്ങനെ ആയിപ്പോയല്ലോ. ഇനി അത് ബാക്കി പിന്നെ പറയാം കേട്ടോ.
15 ദിവസത്തെ ഗ്യാപ്പ് കണ്ടേ കിട്ടിയുള്ളൂ. അങ്ങനെയാണെന്നാണ് എൻ്റെ ഊഹം. 15 ദിവസത്തെ ഗ്യാപ്പ് കിട്ടിയതിൽ ഡേറ്റ് എടുത്ത് കല്യാണം ഉറപ്പിച്ച് ഡേറ്റ് എടുത്ത് ഇങ്ങ് വരണമെന്ന് പറഞ്ഞു. വന്നു. കല്യാണ ലെറ്ററാണ് കേട്ടോ. എൻ്റെ ആൽബമാണിത്, വെഡ്ഡിങ് ആൽബമാണിത്. കാണാൻ പറ്റുന്നുണ്ടോ? ഗംഗാദേവി അമൽരാജ്. ഇത് മാണിക്കോട് മഹാദേവ ക്ഷേത്രത്തിൽ വെച്ച് ഇവർക്ക് താലി കെട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് നേർച്ച ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ വെച്ച് താലി കെട്ടിയതിന് ശേഷം ഇങ്ങാണ് കൊണ്ടുവരുന്നത്. എവിടെ? ഓഡിറ്റോറിയത്തിൽ. അപ്പം അന്നത്തെ കാര്യം ഞാൻ പറയുന്നില്ലായിരുന്നല്ലോ. അന്ന് ഈ പറയും പോലെ എന്നെ അങ്ങ് വീട്ടിൽ കൊണ്ടുവന്ന് ആക്കുന്നു. എല്ലാവരും കൂടെ, ധന്യം കണ്ണണ്ണനും ഏട്ടനും കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കുന്നു. അവിടെ നിന്ന് ഒന്ന് രാത്രി ഇവൻ വീണ്ടും വെള്ളം ഒടിച്ച് പ്രശ്നം ഉണ്ടാവുന്ന, അടിയാവുന്ന, വഴക്കാവുന്ന, പാരക്കുറ്റി എടുക്കുന്ന. അങ്ങനെ വീണ്ടും ഏട്ടൻ വന്ന് ഏട്ടനെ വിളിച്ച്, നീ പെട്ടെന്ന് ഇവളെ മാറ്റിക്കൊണ്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുന്നു. എന്നെ കൊണ്ടുവന്ന് എൻ്റെ വല്യമ്മേരെ വീട്ടിൽ കൊണ്ടുവന്നാക്കുന്നു. അന്നേ ദിവസം രാത്രി എൻ്റെ വീട്ടിൽ തൊട്ടപ്പുറത്താണ് വല്യമ്മേരെ വീട്. അവിടെ കൊണ്ടുവന്നാക്കുന്നു. അവിടെയാണ് ഞാൻ നിൽക്കുന്നത്. അവിടെയാണ് എൻ്റെ ജീവൻ രക്ഷിച്ച സ്ഥലം കേട്ടോ. അടുത്ത ജീവൻ രക്ഷിച്ച സ്ഥലം ഇതാണ്. ഞങ്ങളുടെ കല്യാണ ആൽബം കാണാൻ പറ്റുന്നുണ്ടോ? ഒരു പ്രിപ്പറേഷനും ഇല്ല, ഒരു പ്രിപ്പറേഷനും ചെയ്യാത്ത എൻ്റെ ഒരു കല്യാണമായിരുന്നു. സ്കിൻ കെയർ ഒന്നും നോക്കിയിട്ടില്ല. ഫേഷ്യൽ ഒന്നും ചെയ്തിട്ടുണ്ടോ എന്ന് തോന്നുന്നു. അല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഓർണമെന്റ്സ് എടുക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യാത്തൊരു കല്യാണമായിരുന്നു. ഉള്ളത് വെച്ച് കെട്ടിച്ചയച്ച പരിപാടി. പിന്നെ എന്താ പറയുക, അന്ന് കല്യാണം നടക്കുന്നു. കല്യാണത്തിനൊക്കെ അവൻ സഹകരിച്ചു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. കാണാൻ പറ്റുന്നത്. അയ്യോ, വലിയ ആൽബമാണ് കേട്ടോ ഇവിടത്തെ. ഇതാണ് ഏട്ടൻ, ഇതമ്മ, അച്ഛൻ, അനിയത്തി, എല്ലാവരും. ഇത് ആൽബമായിട്ട് ഞാൻ പിന്നീട് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഞാൻ. ഭയങ്കര സന്തോഷമായിരുന്നു എനിക്കന്ന്, ഭയങ്കര സന്തോഷം. കല്യാണം കഴിഞ്ഞ് ഒരു 2 ആഴ്ചയോളം ഞാൻ കല്യാണം കഴിഞ്ഞു എന്ന് എനിക്ക് തന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലായിരുന്നു. കാരണം അത്രയും വർഷം ഞങ്ങൾ കാത്തിരുന്നവരാണ്. ഇപ്പം കല്യാണം നടക്കും, അടുത്ത വർഷം നടക്കുമായിരിക്കും. അമ്പലങ്ങൾ തോറും കയറി ഇറങ്ങി പറയുമായിരുന്നു. എൻ്റെ സങ്കടങ്ങളിൽ നിന്ന് എന്നെ മാറ്റി കാത്തോളേ എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം അത്രയ്ക്ക് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് എൻ്റെ ഒരു പുതിയ ജീവിതമായിരിക്കും തുടങ്ങണത് എന്ന് കരുതിക്കൊണ്ടാണ് ഞാൻ പിന്നെ ജീവിക്കുന്നത് അത്രയും. കാരണം ഇത് സ്വപ്നം കണ്ടാണ് ഞാൻ ജീവിച്ചിരുന്നത് അത്രയും. താലി കെട്ടണതാണ് കേട്ടോ. എല്ലാം കാണിച്ചു തരാൻ പറ്റണില്ല. താലി കെട്ടണതാണ്. ആ താലി കെട്ടുന്ന സമയത്ത് അതിന് തൊട്ട് മുമ്പെങ്ങാണ്ടോ എന്തോ ഇടുന്ന സമയത്ത് എൻ്റെ പൊട്ടുപോയി. പിന്നെ അമ്മയുടെ നെറ്റിയിലെ പൊട്ടാണ് എനിക്ക് എടുത്തു തന്നത്. ഇതാണ് അമ്മയും അച്ഛനും ഏട്ടനും ഒക്കെ. പറ്റുമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വീഡിയോ ഞാൻ ഒന്നുകൂടെ ഇട്ടിരിക്കാം കേട്ടോ. ഇത് ചുവപ്പാണ് കേട്ടോ. കളർ കറക്റ്റ് അറിയാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. നേരിയ സാരി. ഇതൊക്കെ അമ്മയ്ക്ക് ഏതോ അമ്പലത്തിൽ നിന്ന് കൊടുത്തതായിരുന്നു. പക്ഷെ അത് നല്ല സാരി ആയിരുന്നു കേട്ടോ. എനിക്ക് നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു. കല്യാണ സാരി എൻ്റെത് ഒരു 3500 രൂപ അത്ര ഒരു സാരിയാണ് ഞാൻ എടുത്തത്. വലിയ ആർഭാടമായിട്ടുള്ള ഇതൊന്നും ഞാൻ ചെയ്തിരുന്നില്ല. വളരെ സിമ്പിളായിട്ട് എനിക്ക് പുതിയൊരു ലോകം, പുതിയൊരു ജീവിതം, ഈ ഫോട്ടോ എനിക്ക് ഇഷ്ടമല്ല, ജീവിതം കിട്ടിയല്ലോ എന്നുള്ളൊരു സന്തോഷം മാത്രമായിരുന്നു. പലതിലും പല ഫേസാണ് എൻ്റെത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കല്യാണം കഴിഞ്ഞുള്ള ലൈഫ് ചോദിക്കുന്നവരുണ്ട്. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നമ്മൾ പ്രണയിച്ച് നടക്കുന്ന സമയത്ത് എല്ലാവർക്കും പറയാനുള്ളത് തന്നെ എനിക്കും പറയാനുള്ളത്. പ്രണയിച്ച് കിടക്കുന്ന സമയത്ത് നമ്മൾ ജീവിതത്തിനെ കുറിച്ചൊന്നും അറിയത്തില്ല. നമ്മൾ സത്യം പറഞ്ഞാൽ വേറെ ലോകത്താണ്. പക്ഷേ കല്യാണത്തിന് ശേഷം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ജീവിതം, കുടുംബം, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കും.
ഇപ്പോഴും പ്രണയം എന്ന് കേൾക്കുമ്പം എനിക്ക് വെറുപ്പ് അങ്ങനെയല്ല, പക്ഷേ അതൊന്നും ഇപ്പം എൻ്റെ മനസ്സിലിപ്പോൾ അതൊന്നും ഉള്ള ഒരു മൈൻഡേ അല്ല. അതിന് കാരണം 2 വർഷമൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ ഒരു ലൈഫിൻ്റെ ഒരു സ്റ്റോറി ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ തുടക്കത്തിൽ യൂട്യൂബ് തുടങ്ങുന്ന സമയത്ത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണണം എന്നുള്ളവർ അത് കയറി കാണുക. അതുകൂടെ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാകും. അപ്പം കുറേ വീഡിയോ എടുത്ത് നോക്കുമ്പോഴേ കിട്ടത്തുള്ളൂ. ഞാൻ ഒരുപാട് അനുഭവിച്ച ഒരാളാണ്. അതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞ് 2 വർഷത്തോളം ഞാൻ ഹാപ്പിയായിരുന്നു, നല്ല ഹാപ്പിയായിരുന്നു. ഏട്ടൻ്റെ ഭാഗത്തുനിന്നാലും അങ്ങനെ ആ ഒരു വിഷമവും എനിക്ക് സങ്കടമൊന്നുമില്ല. പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് അടിപൊളി കെയറിങ് ആയിരുന്നു. ആള് ഭയങ്കര ഒരു ലവബിൾ ആയിരുന്നു കേട്ടോ. പിന്നീട് എന്തുകൊണ്ട് ലൈഫ് മാറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്ക് കുറച്ച് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് വന്നു. ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അതിലാണ് നമുക്ക് ഫുള്ള് താളം തെറ്റിയത്. ഫുള്ള് തെറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സമയം എങ്ങനെ ഇരിക്കുമെന്ന് പോലും ഞാൻ പ്രതീക്ഷിച്ച ആളല്ല. എത്ര വട്ടം മനസ്സിനകത്ത് വേറെ ചിന്തകളൊക്കെ വന്നിട്ടുണ്ടെന്ന് അറിയാമോ എല്ലാവരുടെ മനസ്സിനകത്തും. കാരണം ഒരു ദിവസത്തെ ആഹാരം പോലും തള്ളി നീക്കാൻ പറ്റാത്ത അവസ്ഥ. അതെന്തായിരിക്കും എന്നറിയാമോ? ഇപ്പോഴും നിങ്ങൾ നല്ല രീതിയിലായോ എന്ന് ചോദിക്കുന്നവരോട് നമ്മൾ ആ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെ കടന്നു പോയി തീർന്നില്ല, അല്ലെങ്കിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും പോകും. കാരണം ഇതുവരെയൊക്കെ എത്തിച്ചില്ലേ, ഒരു പ്രതീക്ഷയിലും ഇല്ലാത്ത നയങ്ങൾ ഇതുവരെയൊക്കെ എത്തിച്ചില്ലേ. അതുകൊണ്ട് ഇനിയും അങ്ങ് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുവരെ, അതായത് ബിസിനസ് തുടങ്ങുന്നവരെ നമ്മുടെ ലൈഫിൽ ഒരു പ്രശ്നമില്ലായിരുന്നു, ഹാപ്പി ആയിരുന്നു. പിന്നീടാണ് നമ്മളെ ലൈഫ് കൊണ്ട് മാറിയത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രണയം എന്ന് കേൾക്കുമ്പം മനസ്സിനകത്ത് അത്രമേൽ സന്തോഷം എനിക്ക് തോന്നാറില്ല. അല്ലെങ്കിൽ മറ്റുള്ളവർ പ്രണയിക്കണ കാണുമ്പോഴും എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ചെറിയൊരു സ്മൈൽ മാത്രമേ വരണുള്ളൂ. പിന്നെ അവരെയൊന്നും ഉപദേശിക്കാൻ ഞാൻ ആരുമല്ല. കാരണം ഒരുപാട് പേര് അല്ലാതെ കല്യാണം കഴിഞ്ഞ് നല്ല രീതിയിൽ സക്സസ് ആയി പോകുന്നവരുണ്ട്. നമുക്ക് സക്സസ് ആവാൻ എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് മാത്രമേ ഉള്ളൂ. അല്ലാതെ ആളെ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് നെഗറ്റീവായിട്ടൊന്നും പറയാനില്ല. ആൾ ഓക്കെയാണ്, ഹാപ്പിയാണ്. ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് ആൾ നല്ല രീതിയിൽ ഡൗൺ ആയി. ഇപ്പം കുഴപ്പമില്ല. പിന്നെ ഒരുപാട്, അതായത് ഞാൻ പറഞ്ഞില്ലേ 80% നമ്മൾ ഈ അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ടിലാണ് നമ്മൾ പെട്ടുപോകുന്നത്. അല്ലെങ്കിൽ ഇന്നയാൾ പറയും ഇന്ന ബിസിനസ്, അല്ലെങ്കിൽ ഇന്നയാൾ പറയും ഇന്നടത്തുനിന്ന് സോഴ്സ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെ കുറേ പേരുണ്ട്. എപ്പോഴും നമ്മളെ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. പക്ഷെ നമ്മളെ ഏജ് ഗ്രൂപ്പിലല്ലാത്ത ആൾക്കാരെ നമ്മളെ ഫ്രണ്ട്ഷിപ്പായിട്ട് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ചിലർക്കൊക്കെ, എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയണത്, നമുക്ക് നല്ല രീതിയിൽ പണി കിട്ടും. അതുപോരാതെ തന്നെ നശിപ്പിക്കാൻ ശ്രമിച്ച ഒരുപാട് പേരുണ്ട്. ഏട്ടനെയൊക്കെ കുഴിയിൽ ചാടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ഒരുപാട് ഫ്രണ്ട്ഷിപ്പുകളുണ്ട്. ഇപ്പോഴും നല്ല ബന്ധങ്ങൾ ആണെന്ന് കരുതി, അല്ലെങ്കിൽ നല്ല ബന്ധങ്ങളായിരിക്കത്തില്ല, ഇപ്പോഴും നമുക്ക് വേണ്ടിയിട്ട് ഉപകാരം ചെയ്തിട്ടുണ്ടോ 1 or 2, ആ ഉപകാരം ചെയ്തിട്ടുള്ളത് കൊണ്ട് മാത്രം ഞാൻ വെറുപ്പിക്കാത്ത ആൾക്കാരുണ്ട്. പക്ഷെ എൻ്റെ മനസ്സിലുകൊണ്ട് എനിക്ക് അവരോട് ഭയങ്കര ദേഷ്യം ആയിരിക്കും. പക്ഷെ 1 or 2 കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് കൊണ്ട് എനിക്ക് അവരെ മുഖത്തോക്കൊന്നും പറയാനും പറ്റത്തില്ല. ആ ഫ്രണ്ട്ഷിപ്പ് എനിക്ക് പോടെ എന്ന് പറഞ്ഞിട്ട് കളയാനും പറ്റുന്നില്ല. അത് ഏട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ തന്നെയാണ് കൂടുതലും. അല്ലാതെ പക്ഷെ എനിക്ക് എൻ്റെ ഫ്രണ്ട്ഷിപ്പിൽ എനിക്ക് തലവേദന ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പുകളൊന്നുമില്ല. പക്ഷേ ഏട്ടൻ കുഞ്ഞിലായിരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഏട്ടൻ ഈ പ്രണയിക്കുന്ന സമയത്ത് ഏട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഞാനും, എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട് ഏട്ടനും മാത്രമായിരുന്നു. ഇതല്ലാതെ നമ്മളെ പ്രയോറിറ്റി മാറ്റി, അതായത് എന്നെ എന്നുള്ള പ്രയോറിറ്റി മാറ്റി, അവസാനം ഫാമിലി എന്നുള്ള മാറ്റി നമ്മൾ വെളിയിൽ നിന്ന് അഭിപ്രായങ്ങൾ തിരഞ്ഞൊക്കെ വന്ന സമയത്ത് ഏട്ടന് അടി വന്നു തുടങ്ങിയതാണ് എന്ന് തന്നെയാണ് എനിക്കിപ്പോഴും പറയാനുള്ളത്. അല്ലാതെ നോക്കുകയാണെങ്കിൽ ഹാപ്പി ആയിരുന്നു. ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, 1 or 2 ഉപകാരങ്ങൾ ചെയ്തത് കൊണ്ട് മാത്രം എനിക്ക് അവരോട് തിരിച്ചൊന്നും പറയാൻ പറ്റാതെയോ, ഇപ്പം മുഖത്ത് നോക്കി ചിരിക്കുന്നത് പോലും ഭയങ്കര ബുദ്ധിമുട്ടിയാണ്. കാരണം അത്രയ്ക്ക് നമ്മളെ അല്ലെങ്കിൽ ഏട്ടനെ അങ്ങ് വഴിതെറ്റിച്ച് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് വന്നിട്ടുള്ള ആളാണ്. ലൈഫ് ഇപ്പം 30% നമ്മൾ 2 പേരും പഠിച്ചു, ആൾക്കാരെ പഠിച്ചു, മനുഷ്യരെ പഠിച്ചു. സത്യം പറയാലോ, ഇത്രയും മനുഷ്യർ ഒരാൾ നന്നാവണതോ അല്ലെങ്കിൽ ഒരാൾ പെട്ടിരിക്കുന്ന സമയത്ത് ആൾക്ക് നല്ല വഴി കാണിച്ചു കൊടുക്കുകയാണ് ശ്രമിക്കാനുള്ളത്, നല്ലൊരു ഫ്രണ്ട്ഷിപ്പ്. പക്ഷെ പറയാൻ വാക്കുകളില്ല. അത്രമേൽ നമ്മളെ ദ്രോഹിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. നമുക്കൊരു പ്രശ്നം വരുമ്പോഴാണ് യഥാർത്ഥ ആൾക്കാരുടെ സ്വഭാവം നമ്മൾ തിരിച്ചറിയണത്. അത്രമേൽ നമ്മളെ അങ്ങ് കരയിപ്പിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. വെറുപ്പെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ആരുടെയും മുഖത്ത് നോക്കാറില്ല എന്ന് പറഞ്ഞാൽ മുഖത്ത് നോക്കി ഞാൻ ഒന്നും
സോപ്പിട്ട് നിർത്താറില്ല. എനിക്കിഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ പറയും. അതിനിപ്പോൾ എന്താ, കാരണം ഞാൻ ആദ്യം പറയൂലായിരുന്നു. എൻ്റെ ജീവിതം കൊണ്ടാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത്. ഞാൻ സംസാരിക്കേണ്ടിടത്ത് ഞാൻ സംസാരിക്കാതിരിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പണ്ട് ഞാൻ അയ്യോ വേണ്ട സംസാരിക്കണ്ട, ഏട്ടൻ സംസാരിക്കട്ടെ എന്ന് വിചാരിക്കുമായിരുന്നു. അല്ലെങ്കിൽ അവർ ഡിസിഷൻ എടുക്കും, അവർ നല്ല രീതിയിലായിരിക്കും. ഒരിക്കലുമില്ല. നമ്മൾക്ക് ശരിയെന്ന് തോന്നുന്നത് നമ്മൾ പറയണം. നമുക്ക് ഇവർ ചെയ്യണത് ശരിയാണ്, അല്ലെങ്കിൽ ഇവർ ചെയ്യണത് ശരിയല്ല എന്ന് തോന്നണമെങ്കിൽ നമ്മൾ പറയണം. നമ്മളെ കൊണ്ടൊരു കാര്യം ചെയ്യാൻ പറ്റൂല, എനിക്ക് ചെയ്യാൻ പറ്റൂല, എന്നെ കൊണ്ട് പറ്റൂല എന്ന് തന്നെ പറയണം. ഏട്ടനൊക്കെ ആണെങ്കിൽ നോക്കട്ടെ ഏട്ടാ, പറ്റുമെങ്കിൽ ഞാൻ ചെയ്യുക. ആരെങ്കിലും എന്തെങ്കിലും ഫിനാൻഷ്യൽ കാര്യം പറയണമെങ്കിൽ പോക്കറ്റിൽ ഇരിക്കണതും കൂടെ എടുത്തു കൊടുക്കുമായിരുന്നു. അവനവൻ്റെ പോക്കറ്റിൽ ഒന്നുമില്ലെങ്കിലും എടുത്തു കൊടുക്കും. അങ്ങനത്തെ ഒരു ആളാണ് ഏട്ടൻ. പക്ഷേ എൻ്റെ കയ്യിൽ ഇല്ലെങ്കിൽ ഞാൻ ഇല്ലാന്ന് തന്നെ പറയും. ആരുടെയൊന്നും കടം വാങ്ങി ഞാൻ ഒന്നും ചെയ്യൂല. നല്ല മഴയും കറണ്ടും ഇല്ല. പിന്നെ കറണ്ട് വന്നു, അപ്പോൾ പിന്നെ അവിടെ നിന്ന് മാറി, പിന്നെ ഇവിടെ ഇരുന്ന് അവിടെ ലൈറ്റ് വെക്കാൻ പറ്റത്തില്ല. ഇതിപ്പോൾ എൻ്റെ ഒരു സ്റ്റോറിയാണ്. ഇപ്പം എല്ലാവർക്കും ഇതേപോലെ ആവണം എന്നില്ല. സക്സസ് ആവും, ഫെയിലിയർ ആവാം. ഇതിനേക്കാളും ഫെയിലായി പോകുന്ന ലൈഫുകൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതൊക്കെ പിന്നെ ഒരു കാര്യമുണ്ട്, നമുക്കൊക്കെ എപ്പോഴും സന്തോഷം തരത്തില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ തരും. കല്യാണത്തിന് മുമ്പ് എനിക്ക് ആ വക പ്രശ്നങ്ങളായിരുന്നു, ഈ കല്യാണത്തിന് ശേഷം എനിക്ക് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ആണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള പല പല പ്രശ്നങ്ങളാണ് കേട്ടോ. എന്തായാലും നമ്മൾ ജീവിതവും മനുഷ്യരെയും പഠിച്ചു കഴിഞ്ഞാൽ 30% നമ്മൾ രക്ഷപ്പെടും. ഉറപ്പായിട്ടുള്ള കാര്യമാണ്. എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. യാതൊരു ഫ്രണ്ട്ഷിപ്പിലും ഒരു ബന്ധത്തിലും നമ്മൾ ഓവറായിട്ട് ഒന്നും ഇൻവോൾവ് ചെയ്യാനും പാടില്ല. അവരെ നമ്മളെ ലൈഫിലോട്ട് ഇൻവോൾവ് ചെയ്യിപ്പിക്കാനും പാടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടിപൊളിയായിട്ട് സക്സസ് ആവും. ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പക്ഷേ നമ്മൾ ഓരോ അനുഭവം കിട്ടുമ്പോഴാണ് നമ്മൾ ഓരോന്നും പഠിക്കുന്നത്. മനുഷ്യരെ പഠിക്കുന്നതാണെങ്കിലും സിറ്റുവേഷൻ അനുസരിച്ച് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ഇപ്പം എനിക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് വന്നാലും ഒരുവിധം എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ ഇപ്പം അമ്മ പറയും, ഇവിടെ താഴെ അമ്മ പറയും, എപ്പോഴും പറയും എനിക്ക് ആരെയും വിശ്വാസമില്ലെന്ന്. സത്യവും ഒരൊറ്റ മനുഷ്യരെ വിശ്വാസമില്ല. കാരണം എനിക്ക് അത്രത്തോളം എനിക്ക് എൻ്റെ കൺമുമ്പിൽ അനുഭവങ്ങൾ നടന്നിട്ടുള്ളത് കൊണ്ടാണ്. പിന്നെ നമ്മളെയൊക്കെ ലൈഫ് ഇങ്ങനെയൊക്കെ ആവാൻ പലരും കാരണക്കാരാവാറുണ്ട്. പിന്നെ കുറേയൊക്കെ നമ്മളെ ഭാഗത്തൊന്നും ഉണ്ടാവാറുണ്ട്. ചില സമയത്ത് ആ ഒരു സമയത്ത് എടുക്കുന്ന ഡിസിഷൻ അത്. പിന്നെ ഹാപ്പിയാണ്, വേറെ എല്ലാ കാര്യത്തിലും ഹാപ്പിയാണ്. ഇപ്പോൾ ഈ ഒരു കുറച്ച് പ്രോബ്ലംസ്, ഇപ്പോൾ 2, 3 ഒരു 4 വർഷം കൊണ്ട് ഉള്ള പ്രശ്നം മാത്രമേ നമുക്കുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിനിടയിൽ ഫുൾ ആൾ മാറിപ്പോയി. ഏട്ടൻ കംപ്ലീറ്റ് ആയിട്ട് ഏട്ടൻ്റെ ക്യാരക്ടർ മാറി. ഇപ്പം കുഴപ്പമില്ല. എന്നിരുന്നാലും ഇത്രയും ടെൻഷന് ഇടയിൽ നമ്മൾ മനസ്സ് തുറന്നൊന്നും സംസാരിക്കാറില്ല. ഇപ്പം എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഏട്ടാ ഇന്നതാണ് കാര്യം, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ പ്രശ്നം, ഇവിടെ നിന്ന് ഇങ്ങനെ പ്രശ്നം, അവിടെ ഇങ്ങനെ അടയ്ക്കണം, ഇവിടെ ഇങ്ങനെ അടയ്ക്കണം, വീട്ടിലെ കാര്യങ്ങൾ ഇതൊക്കെയാണ് സംസാരിക്കാറ്. നമ്മൾ പ്രണയത്തിനെ കുറിച്ച് ഇപ്പം സംസാരിക്കാറില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പ്രണയിക്കുന്നവർക്ക് കല്യാണത്തിന് മുമ്പ് നിങ്ങൾക്ക് വേറൊരു ജീവിതമായിരിക്കും, കല്യാണത്തിന് ശേഷം വേറൊരു ജീവിതമായിരിക്കും. ഇപ്പോഴും ഈ പ്രണയിച്ച് നടക്കുന്നവരോട് എനിക്ക് ചിലപ്പോഴൊക്കെ എനിക്ക് ചിരി വരാറുണ്ട്. കാരണം അവരൊക്കെ ജീവിതത്തിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്കും അവർ കുറേ സത്യാവസ്ഥകളുടെ നടുവിലോട്ടാണ് ഇറങ്ങിപ്പോകുന്നത്. അതുവരെ ജീവിച്ചതൊന്നും ജീവിതമായിരുന്നില്ല എന്ന് ഞാൻ വിചാരിച്ചത്. എന്തിനാണ് എൻ്റെ കല്യാണത്തിന് മുമ്പ് ഞാൻ ജീവിച്ച ജീവിതം ഞാൻ ഏത് സിറ്റുവേഷനിലും പിടിച്ച് നിൽക്കും എന്നായിരുന്നു. തീ കൊടുത്തത് തന്നെയാണ്. പക്ഷെ ഞാൻ വെയിലത്ത് വാടിപ്പോയിട്ട് ഞാൻ ഇപ്പോഴും ഞാൻ സ്ട്രഗിൾ ചെയ്ത് ഞാൻ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ആരെയും ഡിപ്പെൻഡ് ചെയ്തല്ല ഞാൻ ജീവിക്കുന്നത്. ഇപ്പം ഏട്ടനെ ഒരുപക്ഷെ ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കാം ഒരുപാട് കാര്യങ്ങളിൽ. പക്ഷെ അല്ലാതെ പുറത്തുനിന്ന് ഒരൊറ്റ മനുഷ്യരുടെ, എൻ്റെ ഫാമിലിയിൽ നിന്നായിക്കോട്ടെ ഏട്ടൻ്റെ ഫാമിലിയിൽ നിന്നായിക്കോട്ടെ, ആരുടെ ഒരു ഹെൽപ്പും ഇല്ലാതെ തൻ്റെ അടുത്തോടു കൂടി നിൽക്കുകയാണ് കേട്ടോ. പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല, കുറച്ച് പേര് നമ്മൾ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മെൻ്റലി. അപ്പം നമ്മൾ വേറെ ഒന്നും നോക്കണ്ട. നമ്മൾ ആ നമ്മളെ മനസ്സിനകത്ത് ആ ഒരു ശക്തി പറഞ്ഞാൽ എങ്ങാനും ആരെങ്കിലും ഉണ്ടോ എന്ന് ചിന്തിച്ച് നോക്കിയാൽ തന്നെ അറിയാം. അവരാണ് ജെന്യുവിൻ ആയിട്ടുള്ള മനുഷ്യത്വമുള്ള കുറച്ച് ആൾക്കാർ കേട്ടോ. എൻ്റെ ഈ തകർച്ചയിൽ ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളുണ്ട്. വേണ്ടപ്പെട്ടവർ എത്ര പേരുണ്ട്? എൻ്റെ ഇത്ര പേരുകളിൽ എത്ര ആൾക്കാരെ എനിക്ക് എണ്ണാൻ പറ്റും? 1, 2, 3 ഇത്രയൊക്കെ വരത്തുള്ളൂ, അത്രയേ ഉള്ളൂ.
അത്രേ ഉള്ളൂ. കറണ്ട് പോയാട്ടോ. അപ്പം ഞാൻ ഇനി കറണ്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. പിന്നെ എൻ്റെ ലവ് സ്റ്റോറി ഇതാണ്. എനിക്ക് ഇനിയും ജീവിക്കാനുണ്ട്. ഇനിയും ഒരുപാട് വർഷം ജീവിക്കാനുണ്ട്. അത് ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ എനിക്ക് ജീവിക്കണമെന്നാണ് ആഗ്രഹം. കാരണം ഒരു പ്രോബ്ലം വന്നു, നമ്മൾ അതിനെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ എത്രയെങ്കിലും വട്ടം ഞാനും ഏട്ടനും ഡിവോഴ്സിൻ്റെ അതുവരെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. നമുക്ക് പിരിയാം എന്ന് വരെ ചിന്തിച്ചിട്ടുള്ള സമയമുണ്ട്. ഞാൻ എത്രയെങ്കിലും വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം അതൊക്കെ ഈ ഒരു റീസെൻ്റ്ലി നടന്ന പ്രശ്നങ്ങളിൽ ആണ് നമുക്ക് അങ്ങനെയൊക്കെ തോന്നിയത്. അപ്പോഴൊക്കെ എന്തോ ദൈവഭാഗ്യം കൊണ്ട് ഇതൊക്കെ ഫേസ് ചെയ്തപ്പോഴാണ് അന്ന് അങ്ങനെ ചിന്തിക്കാൻ പാടില്ലായിരുന്നു എന്ന് പോലും തോന്നിപ്പോകുന്നത് കേട്ടോ. പക്ഷേ ഇപ്പം വേറെ ഒരു കാര്യത്തിൽ എനിക്ക് വിഷമ സങ്കടമൊന്നുമില്ല. പിന്നെ കുറച്ചുണ്ട്, എൻ്റെ ഫാമിലിയൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ എനിക്ക് കുറച്ച് വിഷമ സങ്കടമൊക്കെ ഉണ്ട്. അതെന്തായാലും കാണുമല്ലോ. പക്ഷേ എല്ലായ്പ്പോഴും അവനവൻ്റെ കാര്യം നോക്കാൻ പഠിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ലവ് സ്റ്റോറി കേട്ടോ. ഇതിനിടയിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത്. ഇതിനിടയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊന്നും എനിക്ക് ഫുള്ളായിട്ട് പറഞ്ഞു തരാൻ പറ്റില്ല. കാരണം പറയാനുള്ള മടി കാരണമല്ല, കാരണം എനിക്ക് ഇതിപ്പോൾ തന്നെ 3/4 മണിക്കൂറോളം അടുപ്പിച്ചായി. അതുകൊണ്ടാണ് എനിക്ക് ആ കാര്യങ്ങളൊന്നും പറയാൻ പറ്റാതെ. അടുത്ത വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മാസങ്ങളിലൊക്കെ ലൈഫ് സ്റ്റോറിയൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ലൈക്കും പ്രത്യേകിച്ച് വേണം. പിന്നെ ലവ് സ്റ്റോറി കൊള്ളാമെന്നുണ്ടെങ്കിൽ ഒരു കമൻറ്റ് ഇട്ടേക്കണേ. എന്താണ് നിങ്ങളെ മൈൻഡിലുള്ള ഉണ്ടായിരുന്നതെന്ന്.